സാധാരണ നമ്മൾ സൈക്കിളിലെ ഗിയറിൻ്റെ എണ്ണം പറയുമ്പോൾ 21 ഗിയർ അല്ലെങ്കിൽ 24 ഗിയർ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഗിയേഴ്സിൻ്റെ എണ്ണം പറയാറുള്ളത്. പക്ഷേ ആക്ച്വലി കറക്റ്റ് ഗിയർ റേഷ്യോയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 21 ഗിയറോ അല്ലെങ്കിൽ 24 ഗിയറോ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗിയർ റേഷ്യോസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം കറക്റ്റ് റേഷ്യോസിലല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയിനും അതേപോലെ തന്നെ ബാക്കിലുള്ള ഫ്രീ വീലോ അല്ലെങ്കിൽ കസറ്റൊക്കെ പെട്ടെന്ന് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഗിയർ റേഷ്യോസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രീവീൽ റൈഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗിയർ സൈക്കിളിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഗിയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ടോട്ടൽ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ ഇത്ര ഗിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 21 സ്പീഡ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ 3 ഗിയർ, ബാക്കിൽ 7 ഗിയർ, അങ്ങനെ 3x7 21 എന്നുള്ളതാണ് ആ ഒരു 21 സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിൽ 8, ഫ്രണ്ടിൽ 3 ആണെങ്കിൽ ടോട്ടൽ 24 ഗിയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 2x8 വരാറുണ്ട്, അങ്ങനെ പല രീതിയിലും വരാറുണ്ട്. ഇതിപ്പോൾ ഒരു 3x7 21 സ്പീഡ് സൈക്കിളാണ്. നമുക്ക് ഇതിൻ്റെ ഒരു റേഷ്യോസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ ഗിയർ കോമ്പിനേഷൻസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏതൊരു ഗിയർ സൈക്കിളിനകത്തും നമുക്ക് ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു മോഡലിനകത്ത് എങ്ങനെയാണ് കറക്റ്റ് ഗിയർ റേഷ്യോസ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം, പിന്നെ നമുക്ക് റേഷ്യോസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ ഒരു ഹാൻഡിൽ ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും ഷിഫ്റ്റേഴ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിനകത്ത് 1 2 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡിനകത്ത് 7 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3x7 ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്ക് ഫ്രണ്ട് ഗിയേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, റൈറ്റ് സൈഡിലുള്ളത് നമുക്ക് ബാക്കിലുള്ള ഗിയേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു ടൈപ്പ് ഷിഫ്റ്റേഴ്സ് നോർമലി പറയാറുള്ളത് തം ഗ്രിപ്പ് ഷിഫ്റ്റേഴ്സ് എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സൈക്കിളിനകത്ത് ഷിഫ്റ്റേഴ്സിൻ്റെ ഡിസൈനും അതേപോലെ ലുക്കും ഇതേപോലെ അല്ലെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സൈക്കിളും നമുക്ക് എന്ത് ചെയ്യാം, ഗിയർ ചേഞ്ചിങ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ ഏറ്റവും മുകളിലായിട്ട് ഓരോ ലിവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള ലിവറിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഹൈ എന്നത് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ എന്ന് മാർക്ക് ചെയ്യുമ്പോൾ 1 2 3 അങ്ങനെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് താഴെയുള്ള ഈ ഒരു ലിവേഴ്സ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ലോ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ 7 ആണെന്നുണ്ടെങ്കിൽ 6 5 അങ്ങനെ താഴത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ലിവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഫ്രണ്ടിലെ ഗിയർ 1 2 ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ലിവർ പ്രസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ 2 നിന്ന് 1 വരുത്തണം എന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഈ ഒരു ലിവർ പ്രസ് ചെയ്താൽ മതി. ആ രീതിയിലാണ് ഇതിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ഗിയേഴ്സ് കൂട്ടണം എന്നുണ്ടെങ്കിൽ മുകളിലുള്ള ലിവേഴ്സ് പ്രസ് ചെയ്യാം, അതല്ല കുറച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള ഈ ലിവർ പ്രസ് ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ ഗിയർ ചേഞ്ചിങ് വരുന്നത്. ഇനി എങ്ങനെയാണ് ഗിയർ റേഷ്യോസ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ള, അപ്പോൾ അത് 3x7 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടിൽ 3 ഗിയർ ഉണ്ട്, ബാക്കിൽ 7 ഗിയർ ഉണ്ട്. സിമ്പിളായിട്ട് ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഫ്രണ്ടിലുള്ള ഫസ്റ്റ് ഗിയറിൽ യൂസ് ചെയ്യുമ്പോൾ ബാക്കിൽ 1 2 3 അങ്ങനെ 3 ഗിയേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ സെക്കൻഡ് ഗിയർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ യൂസ് ചെയ്യേണ്ടത് 3 4 5 ആ ഒരു ഗിയേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ഈ ഫൈലിൽ തേർഡ് ഗിയറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 5 6 7 അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു റേഷ്യോസിൻ്റെ കാര്യം കറക്റ്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ യാതൊരു കൺഫ്യൂഷനും വേണ്ട, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ നമ്മൾ സൈക്കിൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫസ്റ്റ് ഗിയറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗിയറിലൊക്കെ സാധാരണ എടുക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഗിയറിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സൈക്കിൾ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാനുള്ള ഒരു സാഹചര്യം ആയി കഴിഞ്ഞാൽ ഇത് അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ബാക്കിലുള്ള ഗിയേഴ്സാണ് അപ്പ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു മുകളിലുള്ള ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. അതേപോലെ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലെത്തി. ഇനി ഇത് മുകളിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട്, ഇപ്പോൾ ഫോർത്ത് ഗിയർക്ക് ചേഞ്ച് ചെയ്തതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഗിയേഴ്സ് നമ്മൾ അപ്പ് ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് എന്നുള്ള സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ലിവേഴ്സിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളത് സെക്കൻഡ് ഗിയറിലാണ്, ഫ്രണ്ടിൽ സെക്കൻഡ് ഗിയറിലാണ്, ബാക്കിൽ തേർഡാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിലുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ 4th 5th അങ്ങനെ 5 വരെ നമുക്ക് ഇനി അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 5-ലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പ് ഷിഫ്റ്റ് ചെയ്യണം എന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ടിലുള്ള ഗിയേഴ്സ് ഒന്നുകൂടി അപ്പ് ഷിഫ്റ്റ് ചെയ്യണം, അതായത് തേർഡ് ഗിയർക്ക് ഇടണം. അപ്പോൾ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലെത്തി. ഇത് നമുക്ക് ബാക്കിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ 6th 7th അങ്ങനെ 7 ഗിയർ വരെ, ടോപ്പ് ഗിയർ വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോപ്പ് ഗിയറിലാകുമ്പോൾ നമുക്ക് പരമാവധി സ്പീഡ് ചവിട്ടാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിനെ അപ്പ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മളുള്ളത് ഏറ്റവും ടോപ്പ് ഗിയറിലാണ്, 3x7 അപ്പോൾ ആദ്യം നമുക്ക് ബാക്കിലുള്ള ഗിയേഴ്സ് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഈ ലിവറിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 6th വന്നു. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 5th എത്തി.
അപ്പോൾ ഇനി നമുക്ക് എന്താ വെച്ചാൽ ഫ്രണ്ടിലുള്ള ഗിയേഴ്സ് ആദ്യം ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. അതിന് ശേഷമുള്ള ഇനിയിപ്പോൾ ബാക്കിയുള്ള ചേഞ്ചസ് വരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെ മുകളിലുള്ള ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിലെത്തി. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ സെക്കൻഡ് ഗിയറിലാണ്, ബാക്കിലുള്ളത് ഫിഫ്ത്ത് ഗിയറിലാണ്. ഇപ്പോൾ നമുക്ക് ഇനി താഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോർത്ത് തേർഡ് വരെ കൊണ്ടുവരാൻ പറ്റും. അത് തേർഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇനിയും ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലുള്ളത് ആദ്യം ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മുകളിലുള്ള ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലെത്തി. അപ്പോൾ ഇനി നമുക്ക് ബാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഗിയർ ആയിട്ടുള്ള ഫസ്റ്റ് ഗിയർ വരെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗിയേഴ്സ് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു സെറ്റപ്പിൽ യൂസ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ മാക്സിമം കംപ്ലൈൻറ്റ്സ് കുറച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഇനി നമ്മളൊരു കയറ്റം കയറാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയറ്റത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗിയേഴ്സ് ചേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കൊരു ലോവർ ഗിയർ വേണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കയറ്റം വരികയാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇടാനുണ്ടെങ്കിൽ ആരും തന്നെ ഇട്ട് വെക്കുക. കാരണം ആ ഒരു കയറ്റം കയറുന്ന സമയത്ത് ഒരിക്കലും ഗിയർ ചേഞ്ച് ചെയ്യരുത്. കാരണം ഹാർഡായിട്ട് നമ്മൾ പെഡൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഗിയേഴ്സ് ചേഞ്ച് ചെയ്യരുത്. അപ്പോൾ മുൻകൂട്ടി കണ്ടിട്ട് എന്ത് ചെയ്യുക, ഗിയേഴ്സ് ലോ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മൾ നിർത്തിയിട്ട കണ്ടീഷനിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്, ആ സമയത്ത് നമ്മൾ ഈ ലിവേഴ്സിൽ പിടിച്ചിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഗിയേഴ്സ് ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ എടുക്കുന്ന സമയത്ത് ഇതിന് ഭയങ്കര ഹാർഡായിട്ടായിരിക്കും ചെയിനിലും അതേപോലെ ഈ ഫ്രീ വീലിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള ഈ ഒരു ക്രാങ്കിനകത്ത് ഫീൽ ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ ചെയിനും അതേപോലെ ഈ ബാക്കിയുള്ള പാർട്സ് എല്ലാം കംപ്ലൈൻറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരാൾക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സൈക്കിളിൻ്റെ ഗിയേഴ്സ് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതുതായിട്ടൊരു സൈക്കിൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഗിയർ റേഷ്യോസിനെ പറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു, ബൈ.